നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ചെൽസി എഫ് സിക്കെതിരെ ഇംഗ്ലീഷ് ഫുട്ബോൾ അസോസിയേഷൻ FA ഇപ്പോൾ നടപടിയെടുത്തിരിക്കുകയാണ്. 10 മില്യൺ സ്റ്റീർലിംഗ് പൗണ്ട്, വലിയൊരു തുക പിഴ ചുമത്തിയിരിക്കുന്നു. കൂടാതെ 2 ട്രാൻസ്ഫർ വിൻഡോകളിലേക്ക് ബാനും ഏർപ്പെടുത്തിയിരിക്കുന്നു. അത് പക്ഷേ സസ്പെൻഡഡ് ബാനാണ്, ആക്റ്റീവ് അല്ല. ഇതിൻ്റെ ഒരു കാരണം റോമൻ അബ്രോമോവിച്ച് ചെൽസിയുടെ ഓണറായിരുന്ന സമയത്ത് നടത്തിയിട്ടുള്ള ചില പേയ്മെൻറ്റുകളാണ്. അതായത് സീക്രട്ട് പേയ്മെൻറ്റ്സ് ഏജൻസിന് കൊടുത്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ശിക്ഷ ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. നേരത്തെ 6 പോയിൻ്റ് ഡിഡക്ഷൻ എന്നുള്ളൊരു സസ്പെൻഡഡ് ശിക്ഷ ഉണ്ടായിരുന്നില്ല, അതിപ്പം എടുത്തൊഴിവാക്കിയിട്ടുണ്ട്. അപ്പീലിനെ തുടർന്ന് എടുത്തൊഴിവാക്കിയിട്ടുണ്ട്. FA എന്തായാലും ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി. അതിൽ ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട്: ഫൈനാൻഷ്യൽ സാങ്ഷൻ ഓഫ് 10 മില്യൺ പൗണ്ട് ആൻഡ് എ സസ്പെൻഡഡ് 2 വിൻഡോ രജിസ്ട്രേഷൻ ബാൻ have been imposed on Chelsea FC for breaches of the Football Association Football Agent Regulations and Regulations on Working with Intermediaries and Third Party Investment in Players Regulation എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് FA ഇപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. അതിൽ വളരെ കൃത്യമായിട്ട് തന്നെ ഈ ഒരു ബാൻ്റെ കാര്യവും, അത് ബാൻ പക്ഷേ സസ്പെൻഡഡ് ആണ്, ഫൈൻ്റെ കാര്യവും പറയുന്നത്. അതിങ്ങനെയാണ് ഫുട്ബോൾ അസോസിയേഷൻ്റെ ഏജൻറ്റ് നിയമാവലി, അതുപോലെ തന്നെ ഇൻ്റർമീഡിയറീസുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നതിനുള്ള നിയമങ്ങൾ, പിന്നെ തേർഡ് പാർട്ടി ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ, ഇത് ലംഘിച്ചതിന് ചെൽസി എഫ് സിക്ക് 1 കോടി പൗണ്ട് പിഴയും സസ്പെൻഡ് ചെയ്ത രീതിയിലുള്ള 2 ട്രാൻസ്ഫർ വിൻഡോകളിലെ രജിസ്ട്രേഷൻ വിലക്കും ഏർപ്പെടുത്തി എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നു. ഏതായാലും ഈ വിഷയത്തിൽ ക്ലബ്ബ് വാങ്ങിയ സമയത്ത് നിലവിലെ ഉടമകൾ ഈ അപാകതകൾ സ്വയം ചൂണ്ടിക്കാണിച്ചതിനെ തുടർന്ന് നടപടിയെടുത്തു. അതുപോലെ തന്നെ കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ള മറ്റ് വ്യക്തിഗതമായിട്ടുള്ള ക്രമക്കേടുകളെക്കുറിച്ചുള്ള അന്വേഷണം തുടരുകയാണ് എന്നുകൂടി FA പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഹിയറിങ്ങിന് മുമ്പ് ചെൽസി എഫ് സി ഇപ്പോൾ 74 ബ്രീച്ചസ്, അതായത് FA റൂള് E1.2 74 ബ്രീച്ചസ് സ്വയം അഡ്മിറ്റ് ചെയ്തതുകൊണ്ട് തന്നെ അതിനെതിരെ നടപടി ഉണ്ടായിരുന്നു. റെഗുലേറ്ററി കമ്മീഷന് 6 പോയിൻ്റ് ഡിഡക്ഷൻ അത് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതും സസ്പെൻഡഡ് ആയിരുന്നു അണ്ടിൽ 30th ജൂൺ 2027 ആൻഡ് 10 മില്യൺ സ്റ്റീർലിംഗ് പൗണ്ടിൻ്റെ ഒരു ഫൈനും നേരത്തെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിലാണിപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മാറ്റത്തിലേക്ക് പോയിരിക്കുന്നത്. സസ്പെൻഡ് ചെയ്ത ആ ഒരു പോയിൻ്റ് വെട്ടിക്കുറക്കൽ, 6 പോയിൻ്റ് വെട്ടിക്കുറക്കൽ, അതിനെതിരെ ക്ലബ്ബ് അപ്പീൽ നൽകുകയും തുടർന്ന് നടന്ന ഹിയറിങ്ങിൽ സ്വതന്ത്ര അപ്പീൽ ബോർഡ് അപ്പീൽ അംഗീകരിച്ച് ഈ ശിക്ഷ റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പകരമായി 2027 ജൂൺ 30 വരെ സസ്പെൻഡ് ചെയ്ത നിലയിൽ തുടർച്ചയായ 2 ട്രാൻസ്ഫർ വിൻഡോകളിൽ പുതിയ കളിക്കാരെ രജിസ്റ്റർ ചെയ്യുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. റെഗുലേറ്ററി കമ്മീഷൻ ചുമത്തിയ 1 കോടി പൗണ്ടിൻ്റെ പിഴ അപ്പീലിന് വിധേയമായിരുന്നില്ല. ഈ തുക മുഴുവനും ഗ്രാസ് റൂട്ട് ഫുട്ബോളിൻ്റെ വളർച്ചയ്ക്കായിട്ട് ഉപയോഗിക്കും എന്നുകൂടി FA അറിയിക്കുന്നു. ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. 2 ട്രാൻസ്ഫർ വിൻഡോകളിലേക്ക് ബാനുണ്ട് എന്ന് പറഞ്ഞാലും അത് സസ്പെൻഡഡ് ആണ്, ഇപ്പോൾ ആക്റ്റീവ് അല്ല. നേരത്തെ 6 പോയിൻ്റ് ഡിഡക്റ്റ് ചെയ്യാനുള്ള ഒരു ശിക്ഷ ഏർപ്പെടുത്തിയിരുന്നു, അതിപ്പോൾ അപ്പീൽ ചെയ്ത് അത് എടുത്തൊഴിവാക്കിയിട്ടുണ്ട്. അപ്പം നിലവിൽ ചെൽസിക്ക് ആക്റ്റീവായിട്ട് ഈ 1 കോടി പൗണ്ടിൻ്റെ പിഴയുണ്ട്, അത് അടച്ചു തീർക്കണം. അതാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും ഇത് ഏജൻറ്റുമാർക്ക് സീക്രട്ടായിട്ട് പണം കൊടുത്തു എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു കേസാണ്. ആ കേസിലാണിപ്പം ഇത്തരത്തിലുള്ളൊരു ശിക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത്. 74 ബ്രീച്ചസ് വരുത്തി എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.